2026 വരാൻ ഇനി ദിവസങ്ങളും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം ഈ 2026 നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് എല്ലാവരും ഒക്കെ ആലോചിക്കും. പലരും പല തീരുമാനങ്ങൾ എക്സസൈസ് ചെയ്യും, ശരീരം എന്തൊക്കെ വേണം, സൗന്ദര്യം സൂക്ഷിക്കും, പണം സൂക്ഷിക്കും, അനാവശ്യമായ ബന്ധങ്ങളെ ഒഴിവാക്കും, ആവശ്യമില്ലാത്തതിൽ നിന്നെല്ലാം ഒഴിവായി പോരും. ഇങ്ങനെയൊക്കെ പലതും ചിന്തിക്കും. പക്ഷെ നമ്മൾ ഓരോ സമയത്തും ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ, നമ്മളത് നടപ്പാക്കാൻ ശ്രമിക്കാറുമില്ല. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറി മറിയുകയും നമുക്ക് അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ എക്സസൈസ് തന്നെയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഹാർഡായിട്ടങ്ങ് ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് മേലിന് നൊമ്പരമായി, അല്ലെങ്കിൽ കാലിന് വേദന, കൈക്ക് വേദന, പുറം വേദന എന്നും പറഞ്ഞ് നാളെ പാം എന്നിങ്ങനെയാകും, അല്ലെങ്കിൽ നാളെ നടക്കാൻ പാം എന്നിങ്ങനെയാകും. അതോടുകൂടി പിന്നെ പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടും, അങ്ങനെ അങ്ങ് നമ്മൾ മാറ്റിവെക്കും. പക്ഷെ നമ്മളെന്താ ചെയ്യണേ? നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണേ എന്നുള്ളൊരു ചിന്തയോട് കൂടിയല്ല നമ്മൾ ചെയ്യണേ. ഉള്ളിലുണ്ട് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ, പക്ഷേ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ ഈ ഒറ്റയടിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെടും. പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതേപോലെ ആരോഗ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, എന്ത് കാര്യമാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഒറ്റയടിക്ക് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പിറ്റേ ദിവസം നമുക്കത് ചെയ്യില്ല. അടുത്ത ദിവസം അത് ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യില്ല. ദിവസവും നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് ഒരു ശതമാനം വെച്ച് നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ കൊച്ചു ടൈനി ഹാബിറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അതിനകത്തുണ്ട് നമ്മൾ കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിപ്പം 10 മിനിറ്റെങ്കിലും നടക്കുക, അല്ലെ 5 മിനിറ്റെങ്കിലും നടക്കുക, നാളെ 10 മിനിറ്റ് ആക്കാൻ ശ്രമിക്കുക, നാളത്തെ കഴിഞ്ഞ് 15 അങ്ങനെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ നടന്നാൽ മതി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ മതി, യോഗയോ എന്താണെങ്കിലും ഒരെണ്ണം തുടങ്ങി വെക്കുക. ഒരെണ്ണത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക. അതേപോലെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരാളെ പുഞ്ചിരിക്കുന്നതോ എന്തോ ആകട്ടെ, നമുക്ക് ശീലമാക്കണം. ദേഷ്യപ്പെടുന്നതൊന്ന് നിർത്തണം എന്നിങ്ങനെ വിചാരിക്കുക. നമ്മൾ ഇന്ന് ഞാൻ ഈ 1 മണിക്കൂറിനുള്ളിൽ ദേഷ്യപ്പെടില്ല, അടുത്ത മണിക്കൂറിൽ നമ്മൾ ദേഷ്യപ്പെടാണ്ട് നോക്കണം, ഇന്നത്തെ ദിവസം ഒന്ന് നോക്കണം. ഇങ്ങനെ നമ്മൾ മാറ്റി കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ദേഷ്യം അപ്രത്യക്ഷമാകും. പുഞ്ചിരിക്കണം, നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കി പുഞ്ചിരിക്കണം. നമുക്ക് ചിരിയൊന്നും വരുന്നില്ലായിരിക്കും മറ്റുള്ളവരെ കാണുമ്പോൾ. നമ്മൾ ചിലരിങ്ങനെ മസിൽ പിടിച്ചിരിക്കും, മുഖമൊക്കെ ഇങ്ങനെ വരിഞ്ഞ് മൂർക്കി മസിലായിട്ടിരിക്കും. അങ്ങനെയുള്ളവർ പതുക്കെ പുഞ്ചിരിക്കുക, ഒന്ന് പതുക്കെ മുഖം ഒന്ന് വിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ദിവസവും അങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ചിരിച്ചു നോക്കിക്കേ, കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുഖത്ത് തന്നെ ആ ചിരി ഉണ്ടായിരിക്കും. അല്ലാതെ വേറെ ഒന്നും കൃത്യമായിട്ട് എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടേ നടക്കുകയുള്ളൂ. നമ്മൾക്ക് ഒരു ചിരി എന്ത് ശീലമാകുന്നോ, ഒരു വ്രതം എടുക്കും പോലെ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിലേക്കങ്ങ് ആയി പോകുന്ന കാണാൻ മേലെ. ചിലർ വെജിറ്റേറിയൻകാരായി മാറണ കാണാം വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട്. പിന്നെ അവർ ഇതൊക്കെ മീറ്റൊക്കെ കൂട്ടാൻ മടിയായി എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഫിഷൊക്കെ എനിക്ക് വെറുപ്പാ എന്നിങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. അപ്പം നോൺ വെജുകാർ ചിലർ വെജുകാരായി മാറുന്നതും അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താണോ എടുക്കുന്ന തീരുമാനം അതിൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ദിവസം ചെയ്തു പിറ്റേ ദിവസം ചെയ്യില്ല, അടുത്ത ദിവസം ചെയ്തു, അല്ലെങ്കിൽ ഒരാളോട് ഇന്നത്തെ ദിവസം ദേഷ്യപ്പെട്ടു, 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അയാളോട് ചീത്ത പറഞ്ഞ്, അങ്ങനെയൊന്നുമല്ല. നമ്മളത് നിർത്താൻ ശ്രമിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലാണ്ട് പുറത്തുനിന്ന് ആർക്കും നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. നമുക്ക് മാത്രമേ നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഒരു കുടുംബ പ്രശ്നമാണെങ്കിലും, ഒരു ഹാബിറ്റ് നിർത്തുന്ന കാര്യമാണെങ്കിലും, എന്താണെങ്കിലും, ഇപ്പം എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് തീരുമാനിക്കണം, ഞാനത് നിർത്തണ്ടോ ഇല്ലേ? നമ്മൾ കുടുംബ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞേക്കാമല്ലേ, എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കണേ, ഒരാൾക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കും. അത് സാധിക്കില്ല. കാരണം ആ വഴക്കുണ്ടാക്കുന്ന ആൾ തീരുമാനിക്കണം നിർത്തണോ. അയാൾ നിർത്തിയാൽ മാത്രമേ എതിർഭാഗത്തുള്ളവർക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുകയുള്ളൂ. എനിക്കിതും കൊണ്ടൊരു പ്രയോജനമില്ല. അയാൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ മാറാൻ ശ്രമിക്കുന്നുമില്ല, അയാൾക്കൊരു മാറ്റവും ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ കിടന്ന് എന്തോരം അലമുറയിട്ടിട്ടും വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മൾ അലമുറയിടുന്നതുകൊണ്ട് പ്രയോജനമില്ല എങ്കിൽ 1 പ്രാവശ്യം പറയുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം പറയുക, എന്നിട്ടും മാറ്റമില്ലെങ്കിൽ നമ്മൾ സ്വയം തീരുമാനിക്കുക. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അടുത്ത വഴി നോക്കുക. ഒന്നെങ്കിൽ നമുക്കതിന് നിയമപരമായിട്ട് നേരിടുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നെങ്കിൽ കണ്ടപാട് വെക്കാതിരിക്കുക, കേട്ടപാടും വെക്കാതിരിക്കുക. പലതും പറയും, നമ്മൾ ചെവിക്കൊള്ളാതിരിക്കുക. അതാണ് വേണ്ടത്. നമുക്ക് അവിടുന്ന് വിട്ടുപോരാൻ മടിയുണ്ടെങ്കിൽ
അതല്ല നമുക്ക് എന്നാ പറയണേ, ദേഷ്യമോ വെറുപ്പാ തോന്നുന്നതെങ്കിൽ നമ്മൾ മാറുക. നമുക്ക് അവരെ മാറ്റാൻ സാധിക്കുന്നില്ല, നമ്മൾ മാറുക. അത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. അല്ലാതെ നമ്മളതിൽ കെട്ടിത്തൂങ്ങി കിടന്നിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇത് തന്നെയാണ്. ഇനി സമ്പാദ്യത്തിൻ്റെ കാര്യമാണെങ്കിലും ഒറ്റയടിക്കൊന്നും സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനുമില്ല. നമ്മൾ ഈ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി വെക്കണം, ലക്ഷക്കണക്കിനുണ്ടെങ്കിൽ മാത്രമേ സമ്പാദ്യമാകുള്ളൂ എന്നുള്ള നമ്മൾ ക്ലാസ്സുകളും ഒക്കെ കേൾക്കാറുണ്ട്. ശരിയാണ്, ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക്, അതുപോലെ വരുമാനമുള്ളവർക്ക്. നമ്മുടെ മുമ്പിൽ ഒരു 10,000 രൂപയെങ്കിലും നമുക്ക് സമ്പാദ്യമായിട്ട് ഉണ്ടാക്കി വെക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. വരുമാനം ഉള്ളവർ അതനുസരിച്ചായിരിക്കണം സമ്പാദ്യം ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ മാസം 1,00,000 രൂപ അല്ലെങ്കിൽ 50,000 70,000 രൂപ സാലറി ഉള്ളവർക്കൊക്കെ നല്ല വരുമാനം മാറ്റി വയ്ക്കാൻ സാധിക്കണം അതിനകത്തുനിന്ന്. അതല്ലാത്ത സാധാരണക്കാരായവർക്ക് ഒരു 10,000 രൂപയെങ്കിലും നമ്മൾ സമ്പാദ്യമുണ്ടാക്കി എമർജൻസി ഫണ്ട് എന്നും പറഞ്ഞ് ഉണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഒരു കൊച്ചു തുക എടുത്തു വയ്ക്കാൻ ശ്രമിക്കുക. കൊച്ചു തുക എന്ന് പറയുമ്പോൾ ദിവസത്തിൽ വരുമാനമുള്ള ആളാണെങ്കിൽ ഒരു 100 രൂപയെങ്കിലും എടുത്തു വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു സേവിങ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെക്കറിങ് അല്ലെ പോസ്റ്റ് ഓഫീസോ RDO എന്തെങ്കിലുമൊക്കെ ഡിപ്പോസിറ്റുകളിൽ കൊണ്ടുവച്ച് നമ്മൾ അതൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വേണമെന്നേ. ഇതൊന്നുമില്ലാതെ ജീവിതത്തിൽ വെറും കയ്യാലെ നമ്മൾ തിരിച്ചു പോകുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് പറ്റാത്ത ഒരു കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചേക്കുക. എനിക്ക് പറ്റുമോ, എനിക്ക് സാധിക്കുമോ എന്ന്. സാധിക്കാത്ത ഒന്നും ലോകത്തില്ല. എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളേ ഈ ലോകത്തിലുള്ളൂ. അതല്ലേ നമ്മളൊക്കെ ഒന്നും ഇല്ലായ്കയിൽ നിന്ന് പലരും എന്തോരം നല്ല നിലയിലെത്തുന്നുണ്ട് ഇല്ലേ? ചിലർ ബിസിനസ്സിൽ കൂടെ ഉന്നതിയിലെത്തുന്ന കാണാം. ചിലർ വേറെല്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെ, ജോലിയിൽ കൂടെ നമുക്ക് കിട്ടുന്നതിന് നമ്മളെല്ലാവരെയും നന്നാക്കിയിട്ടും എല്ലാവരും എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടും നമ്മളതാകും എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിടത്തും ആവില്ല. എല്ലാവരും നമ്മളെ സ്നേഹിക്കുമെന്നോ എല്ലാവരും നമ്മളെ ചേർത്ത് കൊടുത്തുവെന്നോ നമ്മൾ വിചാരിക്കണ്ട. നമ്മുടെ വീട്ടിലുള്ളവർ പോലും നമ്മളെ ചേർത്ത് നിർത്തിയെന്ന് വരില്ല. നമ്മൾ ജനിച്ചു പോയില്ലേ? അപ്പോൾ നമ്മൾ നിഷ്കളങ്കരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ആയത് ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാ മക്കളും ഒരുപോലെ ഭൂമിയിലേക്ക് വന്ന് ഒന്നും അവരുടെ മനസ്സിലില്ലാണ്ട് പിന്നീട് നമ്മൾ മറ്റുള്ളവരെ കണ്ടും മറ്റുള്ളവരെ ജീവിക്കുന്നത് കണ്ടും അവരെ പോലെ ആകണമെന്ന് വിചാരിച്ചും ഞാനൊരിടത്ത് എത്തിയില്ല എന്നുള്ളൂ, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല, ഞാൻ അങ്ങനെ എത്തിയില്ല, ഇങ്ങനെ ഈ മറ്റുള്ളവരെ കണ്ട് അവസാനം നമ്മൾ ഈ ലോകത്ത് തിരിച്ചു പോകുമ്പോഴത്തേനും നമ്മുടെ മനസ്സ് മുഴുവൻ മറ്റുള്ളവരായിട്ടാണ് പോകുന്നത്. നമ്മളായിട്ട് ഒരിക്കലും പോകുന്നില്ല. ചിന്തിച്ചു നോക്ക്. അപ്പം നമുക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമുക്ക് പറ്റുന്നത് ചെയ്ത് ആ പറ്റുന്നതിൽ നിന്ന് നമ്മൾ നല്ല നിലയിലെത്താൻ ശ്രമിക്കുക. അത്യാവശ്യം നമുക്ക് പറ്റുന്നതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കുഞ്ഞു വീടേ ഉള്ളൂ, ഒരു മുറി ഹാളും ഒരു മുറി അടുക്കളയേ ഉള്ളൂ. നമ്മൾ അതിൽ സംതൃപ്തരാണോ? നമുക്ക് കടബാധ്യതയില്ല, നമുക്ക് മറ്റുള്ള മാനസിക വിഷമങ്ങളില്ല, അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുവെങ്കിൽ നമ്മൾ സന്തോഷരാ. അല്ലാണ്ട് വലിയ വലിയ വീടുകൾ കാണുമ്പോൾ, അവരുടെ പാത്രങ്ങൾ കാണുമ്പോൾ, അവരുടെ വസ്ത്രങ്ങൾ കാണുമ്പോൾ അതാകണം എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ വണ്ടികൾ കാണുമ്പോൾ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിടത്തും എത്തുകയുമില്ല, നമുക്കൊട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. പിന്നെ പൈസ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് ധാരാളിക്കുന്നത് നമ്മൾ നിർത്തുക. എന്തിന് ആവശ്യത്തിനും എല്ലാത്തിനും കയറി തല വെച്ച് കൊടുത്ത് എല്ലാം ചെയ്യണം എന്നും പറഞ്ഞു തുടങ്ങുമ്പോൾ, കാരണം അത് നമ്മൾ മറ്റുള്ളവരെ കണ്ടു ജീവിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ആവശ്യത്തിന് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകും. നമ്മുടെ മക്കളെ നമുക്ക് സാധാ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ എങ്കിൽ നമ്മൾ അവിടെ വിടാവുള്ളൂ. അല്ലാണ്ട് മറ്റവൻ്റെ മക്കളെ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കണേ, എൻ്റെ കൊച്ചിനെയും കൂടെ അവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ അവനും അതുപോലെ ഹാഷ് ബോഷ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് വരും എന്ന് വിചാരിച്ച് അന്യായ ഫീസും കൊടുത്ത് ചില മക്കളെ വിടുന്നതിന് സ്കൂളുകാരാദ്യമേ നമ്മളിൽ നിന്ന് പൈസ മേടിക്കും. ഒന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ 10,000 20,000 50,000 എന്നൊക്കെ പറഞ്ഞാണ് അഡ്മിഷന് ഫീസ് മേടിക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ. നമ്മളോർത്ത് നമുക്കത് സാധിക്കുന്നില്ല, നമുക്ക് കൊക്കിലൊതുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഫീസ് കൊടുക്കാൻ ഓരോ ടൈമിലും ഫീസ് കൊടുക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ അതനുസരിച്ചേ പിടിക്കാവുള്ളൂ. എവിടെ പഠിച്ചാലും നമ്മളെ മക്കളെത്തേണ്ടടുത്ത് നമ്മുടെ മക്കളെത്തിയിരിക്കും. എപ്പോഴും നമ്മളൊരു കണ്ണ് നമ്മുടെ മക്കളുടെ മേലെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. കാരണം ഒരു പ്രായം വരെ, ഒരു 18 വയസ്സ് വരെ നമ്മൾ അവനെ വളർത്തി അവനെ നല്ലൊരു മനുഷ്യനാക്കി കൊണ്ടുവരാൻ മാത്രം ശ്രമിക്കുക. അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നമുക്ക് പറ്റുന്ന പോലെ ചെയ്തു നോക്കിക്കേ. എന്താണെങ്കിലും പ്രീ ഡിഗ്രി
അല്ല +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് പൈസ മുടക്കുണ്ട്. അതുപോലെ മാർക്ക് കിട്ടുന്ന മക്കളാണെങ്കിൽ മാത്രമേ നമുക്ക് പൈസ ഇച്ചിരി കുറവ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതനുസരിച്ച് പൈസ മുടക്ക് വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമ്പാദിക്കാനും കൂടെ നമുക്കൊരു മാർഗ്ഗമാണ് ഈ കുഞ്ഞു ക്ലാസ്സുകളിൽ ഈ അന്യായ ആഡംബരത്തിന് വേണ്ടി പൈസ മുടക്കുന്ന ഈ സമ്പ്രദായം നമ്മൾ നിർത്തുകയാണെങ്കിൽ. അതേപോലെ ഓരോ കാര്യം, കല്യാണമാണെങ്കിലും നമുക്ക് കൊക്കിലൊതുങ്ങാവുന്ന ആഘോഷങ്ങൾ നടത്തുക. പിന്നീട് നമ്മൾ ദുഃഖിക്കാൻ, കല്യാണം മൂലം കടം കയറി മുടിയാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വീട് പണിത് നമ്മൾ കടം കയറി മുടിയാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും നമുക്ക് പറ്റുന്നിടത്ത് നമുക്ക് ഒരു മുറിയാണെങ്കിലും കെട്ടി അതിനകത്ത് താമസം തുടങ്ങി അടുത്ത മുറി പിന്നെ കെട്ടാമെന്ന് വെച്ച് അങ്ങനെ 2 നിലയോ 3 നിലയോ നമുക്കിഷ്ടം പോലെ നിലകൾ കെട്ടാൻ പറ്റും. ഒറ്റയടിക്ക് പൈസ എടുക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഇല്ലാതെ വരുന്നത് എന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ വീട് പണിയായിട്ടിരിക്കണം എന്നും അല്ല ഞാൻ പറഞ്ഞത്. അതും ഒരു പൊട്ടത്തരമാണ്. നമുക്ക് വീട് പണിത് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകുമെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് പണിയാൻ ശ്രമിക്കുക. ആവശ്യത്തിന് മാത്രം എന്തും, അത് ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, മറ്റുള്ള ജീവിത സാഹചര്യങ്ങളാകട്ടെ, നമുക്ക് കൊക്കിലൊതുങ്ങാവുന്നത് ഈ 2026 നമ്മൾ ഇതൊന്നും മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ അധികം ഇതിനൊന്നും പോകാതെ സന്തോഷത്തോടെ ജീവിച്ചാൽ വലിയ ഫ്രണ്ട്ഷിപ്പിനും വലിയ തൂർത്തടിക്കുന്നതിനും ഒന്നും പോകാതിരുന്നാൽ നമുക്ക് കീശ കാലിയാവില്ല, നമ്മുടെ സമാധാനം കിട്ടും, നമ്മുടെ ആരോഗ്യവും കിട്ടും, ഉറപ്പായ കാര്യമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് ഈ 2026 അങ്ങനെ ഒരു വർഷമാക്കി എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ അന്നത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മളൊരു ബോർഡുണ്ടാക്കി അതിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചാലും അത് ദിവസവും കാണുമ്പോഴും നമ്മൾ മാറിപ്പോകാണ്ടിരിക്കും ആ ചിന്തയിൽ നിന്ന്. നമുക്കൊരു കുഞ്ഞു ബോർഡ് ഒരു കടലാസിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് അതുപോലെ ജീവിക്കാൻ പറ്റുമെന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.